ഒരു ബാത്ത് ടബ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ടബ് ഒരു റിസോർട്ടിലെ ഒരു റൂമിന്റെ മുന്നിലാണ് അത് വെച്ചിരിക്കുന്നത്. 3 ഫ്രണ്ട്സ് ചേർന്ന് ഒരു ദിവസം ആ റിസോർട്ടിൽ അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രി അവർ കൂടുതൽ സമയം ചെലവിട്ടതോ ആ ബാത്ത് ടബിനകത്തും. പക്ഷെ അവർ അറിഞ്ഞിരുന്നില്ല ആ ബാത്ത് ടബ് ഒരു ടൈം മെഷീൻ ആണെന്ന്. സിനിമ 2010 ഇറങ്ങിയ ഹോട്ട് ടബ് ടൈം മെഷീൻ. വെൽക്കം ബാക്ക് ടു മോർഫ്ലിക്സ് മലയാളം. ആദ്യം തന്നെ മധ്യവയസ്കരായ 3 ബെസ്റ്റ് ഫ്രണ്ട്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം കാണിക്കുന്നത് നിക്ക്. ഇവനൊരു പാട്ടുകാരനാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, യോഗ ഇല്ലാത്തതുകൊണ്ട് അവനിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു മൃഗാശുപത്രിയിലാണ്. പിന്നെ ഇവന് പേഴ്സണൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ട്. ഇവന്റെ ഭാര്യയ്ക്ക് ഇവന് തീരെ വിലയില്ല. ആ ഒരു വിഷമവും ഇവന് നന്നായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പതിവ് പോലെ തന്നെ അവൻ ജോലിക്ക് വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരാൾ അയാളുടെ പട്ടിയും കൊണ്ടുവരുന്നത്. പട്ടിക്ക് വയറിന് എന്തോ കുഴപ്പം. അതിനിപ്പോൾ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. അയാളെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിക്ക് ആ പട്ടിയെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയം ആ പട്ടിയുടെ ഓണർ ഉണ്ടല്ലോ, അയാൾ നിക്കിനെ തിരിച്ചറിഞ്ഞു. എടോ, താനൊരു പാട്ടുകാരനല്ലേ, എന്നിട്ട് താനെന്താ ഇവിടെ ജോലി ചെയ്യുന്നത്? ഹോ, എന്ത് പറയാനാണ് ബ്രോ, നമുക്ക് യോഗ ഇല്ലാതായി പോയി എന്ന് പറഞ്ഞിട്ട് നിക്ക് ഇപ്പൊ പട്ടിയെ പരിശോധിച്ചു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പട്ടിയുടെ ഓണർ ഉണ്ടല്ലോ, അയാൾക്കൊരു BMW കാറാണ്. ആ കാറിന്റെ കീ എടുത്ത് ഈ പട്ടി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. അതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ നിക്ക് അതിന്റെ മൂട്ടിൽ കൈയിട്ടിട്ട് ആ കീ എടുത്തു കൊടുത്തു. ഇനി കാണിക്കുന്നത് ആഡം. അവനിപ്പോ അവന്റെ ജോലി കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് എത്തി. ഇവനൊരു വർക്ക് ഹോളിക്കാണ്. ഏത് സമയം ജോലി, അത് മാത്രമാണ് അവന്റെ മനസ്സിൽ. എന്നാൽ ഇപ്പൊ വീടിനകത്തേക്ക് കയറി വരുമ്പോഴാണ് അവനൊരു ഷോക്കിംഗ് ന്യൂസ് അറിയുന്നത്. അവന്റെ ഫോണിലെ വോയിസ് മെയിൽ ഓണാക്കി. അവിടെ നിന്നാണ് അവൻ കാര്യങ്ങൾ അറിഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ലില്ലി എന്നാണ് അവളുടെ പേര്. ഇവനിങ്ങനെ ഏത് സമയം ജോലിയായിട്ട് നടക്കുന്ന കാരണം അവൾ ഇവനെ ടച്ചിട്ട് പോയി. ആ കാര്യങ്ങളൊക്കെയാണ് അവൾ ആ വോയിസ് മെയിലിൽ പറയുന്നത്. അങ്ങനെ അതൊക്കെ കേട്ട് വളരെ വിഷമത്തോടെ അവൻ അവന്റെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെയ്യുന്നു. ഈ സമയം അവിടെ ഇവന്റെ അനിയത്തിയുടെ മകൻ ഇരിക്കുന്നുണ്ട്. ഇവന്റെ പേര് ജേക്കബ് എന്നാണ്. അവൻ അവിടെ നിന്നൊരു ഗെയിം കളിക്കുന്നതാണിപ്പോൾ. നീ ഏത് നേരം ഇതിനകത്താണല്ലോ, എനിക്ക് ജനലും വാതിലൊക്കെ തുറന്നിട്ടൂടെ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ലേ? എങ്കിൽ നീ പോയി കോളേജിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ നീ നിന്റെ അമ്മയുടെ കൂടെ പോയി നിൽക്ക്. ആഡം അങ്ങനെയൊക്കെ പറയുമ്പോൾ ജേക്കബ് പറയുന്നത്, ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ വേണമെങ്കിൽ നോക്കായിരുന്നു, പക്ഷെ അമ്മയുടെ കൂടെ പോയി നിൽക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അമ്മ ഇപ്പം അമ്മയുടെ പുതിയ ബോയ്ഫ്രണ്ടിന്റെ കൂടെയാണ്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ സിസ്റ്റർ അല്ല അവര്, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൂടെ എന്നൊക്കെയാണ് ജേക്കബിന്റെ ചോദ്യം. എന്നാൽ ആഡമാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവനിപ്പോ ലില്ലിയുടെ കാര്യം ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമത്തിലാണ്. കാരണം അവൻ ഒരു തെറ്റും ചെയ്യാതെയാണ് അവളിപ്പോ അവൻ ഇട്ടേച്ച് പോയിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് ഈ ഫ്രണ്ട്സിൽ 3ാമൻ. അവന്റെ പേര് ലു എന്നാണ്. അവനിപ്പോ അവന്റെ കാർ ഓടിച്ചിട്ട് വളരെ വേഗത്തിൽ അവന്റെ വീട്ടിലെ ഗ്യാരേജിനുള്ളിലേക്ക് വണ്ടി കയറ്റി. ആൾ അടിച്ച് നല്ല ഫിറ്റാണ്. ഏത് സമയവും വെള്ളടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ വണ്ടി ഗ്യാരേജിലേക്ക് കയറ്റി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അതിലെ പാട്ട് എൻജോയ് ചെയ്യാണ്. മാത്രമല്ല മദ്യപിക്കുന്നുണ്ട്. ഈ സമയം കാർ റേസ് ചെയ്യുന്നതിന് തുറന്ന് അവിടെ മൊത്തം കാർബൺ മോണോക്സൈഡ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇതവൻ അറിഞ്ഞില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആഡം ഇപ്പം അവന്റെ വീട്ടിലിരിക്കുകയാണ്. അതിനിടയിലാണ് അവന് നിക്കിന്റെ കോള് വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലു ആ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ട് അൺകോൺഷ്യസ് ആയി. ഇപ്പൊ ഹോസ്പിറ്റലാണ്. മാത്രമല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ കേസ് എടുത്തിട്ടുണ്ട്. ഈ കാര്യമാണ് നിക്കിപ്പോ പറയുന്നത്. അതിനെ തുടർന്ന് ആഡം വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇപ്പൊ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഈ ആഡവും നിക്കും നേരിട്ട് കാണുന്നത്. അങ്ങനെ അവർ 2 പേരും ലൂവിന്റെ റൂമിലേക്ക് എത്തി. ഇവരെ കാണുമ്പോൾ ലു പറയുന്നുണ്ട്, ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല, അതൊരു അബദ്ധം പറ്റിയാണ്. പക്ഷെ ഇവര് വിശ്വസിക്കുന്നില്ല. അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരിപ്പം അവനൊരു പ്ലാൻ പറയാണ്. നീ വിഷമിക്കാതെ, എടാ നമ്മൾ പണ്ട് അടിച്ചു പൊളിച്ചിരുന്ന ഒരു റിസോർട്ടില്ലേ, നമുക്ക് അങ്ങോട്ടൊരു ട്രിപ്പ് പോയാലോ? അവരുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം ഇവർക്ക് 3 പേർക്ക് ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണത്. ആ റിസോർട്ടിന്റെ പേരാണ് കോഡിയാക് വാലി സ്കൈ റിസോർട്ട്. ഇവരിപ്പോ ആ പറഞ്ഞ സന്തോഷത്തില് ലു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ ഇട്ടിരിക്കുന്ന കത്തീഡ്രൽ വലിച്ചു ഊരി. അതിനെ തുടർന്ന് ആ മൂത്രം മൊത്തം അവന്റെ ഫ്രണ്ട്സിന്റെ മുഖത്തേക്കാണ് തെറിച്ചു പോകുന്നത്. നീ ഇതെന്ത് പരിപാടിയാണ് കാണിച്ചത്? വിഷമിക്കേണ്ട ബ്രോസ്, അത് മൂത്രമാണ്, നല്ല ഫ്രഷ് മൂത്രം, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ 3 പേരും യാത്ര പുറപ്പെട്ടു. 3 പേരല്ല, 4 പേര്. ഇവരുടെ കൂടെ ജേക്കബും ഉണ്ട്. നല്ല മനോഹരമായ ഇങ്ങനെ നീണ്ടു നവർന്നു കിടക്കുന്ന റോഡിലൂടെ വളരെ സുഗമമായിട്ടുള്ള അവരുടെ യാത്ര. ആ റോഡിന് ചുറ്റുമായിട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന മഞ്ഞുമലകളുണ്ട്. ആ യാത്രക്കിടയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത് ആഡമിന്റെ ഗേൾഫ്രണ്ടായ ലില്ലിയെ കുറിച്ചാണ്. ലില്ലി അവൻ ഇട്ടേച്ച് പോയല്ലോ, നീ പേടിക്കേണ്ട ആഡം, അവൾ ഉറപ്പായിട്ട് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ റിസോർട്ട് ഇരിക്കുന്ന ടൗണിലേക്ക് എത്തി. എന്നാൽ അവിടുത്തെ കാഴ്ച അവർ തീരെ പ്രതീക്ഷിച്ചല്ല. ആ ടൗണിലായിട്ടൊന്നും ആരെയും കാണുന്നില്ല. മാത്രമല്ല എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതിനെ തുറന്ന് ആ റിസപ്ഷനിസ്റ്റ് അവിടുത്തെ ബെല്ലടിക്കുകയാണ്. അങ്ങനെ ഒരാളിപ്പോ വന്നിട്ട് അവരുടെ പെട്ടികളൊക്കെ ഒരു വണ്ടിയിലേക്ക് കയറ്റി അവർ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഇയാളുടെ പേര് ജാക്ക്. ഒരു കൈ ഇല്ലാത്തതുകൊണ്ട് മറ്റേ കൈ കൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ ആ വണ്ടി വലിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ അവരിപ്പം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂമിലേക്ക് എത്തി. ഈ റൂമിൽ തന്നെയാണ് ഇവർ ഇതിനു മുമ്പ് വന്ന സമയത്തൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. റൂം നമ്പർ 420, 420. ഈ സമയം ജാക്ക് അവന്റെ ആ വണ്ടി അവിടെ നിർത്തി ബാഗൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ടിപ്പെന്നും പറഞ്ഞിട്ട് കൈ നീട്ടി. അങ്ങനെ ലു നേരെ ചെന്നിട്ട് അവിടെയുള്ള ഒരു വലിപ്പ് എടുത്തോണ്ട് വന്നു. ഇവർ ഇതിനു മുമ്പ് അവിടെ വന്നപ്പം പണ്ട് അവർ ആ വലിപ്പിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ലു ഇപ്പം ആഡമിന് കാണിച്ചു കൊടുക്കുന്നത്. അത് കാണുമ്പോൾ, ഓ ഇത് നിന്റെ ഗ്രേറ്റ് വർക്കല്ലേ, കീപ് ഇറ്റ് മാൻ, അത് അവിടെ കൊണ്ടുവച്ചേക്ക്. ഈ സമയം ജേക്കബ് നേരെ പോയിരിക്കുന്നത് ആ റൂമിന്റെ മുറ്റത്തേക്കാണ്. അവിടെ ഒരു ബാത്ത് ടബ് ഉണ്ട്, അല്ലെങ്കിൽ ഹോട്ട് ടബ്, വട്ടത്തിലുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ചെന്നിട്ട് അതിന്റെ മൂടി ഓപ്പൺ ചെയ്തു. എന്നാൽ അതിനകത്ത് ഒരു പട്ടിയത്ത് കിടക്കുന്നുണ്ട്. അല്ല, പട്ടിയല്ല, ഇതെന്തോ വേറെന്തോ മൃഗമാണ്. മാത്രമല്ല അതിൽ നിന്നും വല്ലാത്തൊരു നാറ്റവും വരുന്നുണ്ട്. താഴെ ആരെങ്കിലൊക്കെ വിളിച്ച് ഇത് പെട്ടെന്ന് ശരിയാക്കാൻ പറ. ഇതിലാണ് നമ്മുടെ ഇന്നത്തെ മൊത്തം പരിപാടി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വേഗത ക്ലീൻ ചെയ്യാറേക്ക്. ലു അത്രയും പറഞ്ഞതിന് ശേഷം അവരകത്തേക്ക് പോയി. എന്നിട്ട് അവരുടെ ആദ്യത്തെ കുപ്പി ഒട്ടിക്കുകയാണ്.
അങ്ങനെ ബാക്കിയുള്ളവർ അവിടെ കള്ളുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഇവന്മാർക്ക് വീട്ടിലെ പെമ്പിള്ളേർ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ബാക്കി ആരും അതിന് താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഫോണും കട്ട് ചെയ്ത് ദേഷ്യത്തോടെ അപ്പുറത്തേക്ക് പോയി. എന്നാൽ ഈ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പെട്ടെന്നൊരു മഞ്ഞ പ്രകാശം പുറത്തുനിന്ന് അകത്തേക്ക് വന്നു. മാത്രമല്ല അവരുടെ ഡോർ ഓപ്പണായി. ഈ സമയം ലൂ നോക്കുമ്പോൾ ആ ബാത്ടബിൽ നിന്നാണ് ആ പ്രകാശം വരുന്നത്. അത് കണ്ടപ്പോൾ അവർ വിചാരിച്ചത് ആ റിസോർട്ടിലെ ആൾക്കാർ അത് ശരിയാക്കിയതാണ്. അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ ബാത്ടബിലേക്ക് ഇറങ്ങി. എന്നിട്ട് ബാക്കിയുള്ള എൻജോയ്മെന്റ് ഒക്കെ അവർ അതിനകത്ത് വെച്ച് നടത്തുകയാണ്. അങ്ങനെ ശരിക്കും ഇന്നത്തെ രാത്രി അവരതിനകത്ത് അടിച്ചു പൊളിച്ചു. അതിനിടയിലാണ് ലൂന്റെ കയ്യിലുണ്ടായിരുന്ന ആ എനർജി ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് മറിഞ്ഞ് ആ ബാത്ടബിന്റെ സ്വിച്ചിലേക്ക് വീഴുന്നത്. ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അന്ന് അവർ കിടന്ന് ഉറങ്ങുന്നതും ആ ബാത്ടബിൽ തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ നോക്കുമ്പോൾ ആ ബാത്ടബിന്റെ മുകളിലായിട്ട് ഒരു അണ്ണാൻ നിൽക്കുന്നുണ്ട്. ലൂ അതിന് നോക്കുമ്പോഴാണ് ആ പെട്ടെന്ന് അതിന്റെ മേലേക്ക് ഛർദ്ദിക്കുന്നത്. അതോടുകൂടെ അണ്ണാനോട് തെറിച്ചുപോയി. ഈ സമയം ലൂ ചോദിക്കുന്നത്, ഒരു അണ്ണാൻ ഇവിടെ ഇല്ലായിരുന്നോ, അതിപ്പോ എവിടെ പോയി? അവന്റെ കെട്ട് ഇതുവരെയായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരൊരു സ്കേറ്റിങ്ങിന് ഇറങ്ങി. 4 പേരും. ഒരു വലിയ മല, അതിന്റെ മുകളിൽ നിന്നാണ് അവർ 4 പേരും താഴേക്ക് ചാടുന്നത്. എന്നിട്ട് അവർ സ്കേറ്റ് ചെയ്ത് താഴേക്ക് പോവാണ്. ഈ സമയം വേറെ കുറെ ആൾക്കാർ ആ പരിസരത്തായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവരാരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ആ പോക്കിന്റെ ഇടയിലാണ് ജേക്കബ് ഒരു തൂണിൽ ചെന്നടിക്കുന്നത്. അതോടുകൂടെ അവർ ഇപ്പുറത്തേക്ക് തെറിച്ചുപോയി. ബാക്കിയുള്ള 3 പേരും ഇപ്പോഴും മുന്നോട്ട് പോവാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരാൾ വന്നിട്ട് അവരുമായിട്ട് കൂട്ടിയിടിച്ചു. അതിനെ തുടർന്ന് അവർ 3 പേരും അവിടെയുള്ള ഒരു പാറയുടെ മുകളിൽ നിന്നും നേരെ താഴേക്ക് വീഴാണ്. അങ്ങനെ അവർ നേരെ ചെന്ന് വീഴുന്നതോ ഒരണ്ണാന്റെ മുമ്പിലും. ഈ സമയമാകുമ്പോഴേക്കും ജേക്കബും അങ്ങോട്ടെത്തി. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ലൂ ആണെങ്കിൽ ഒച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. ആ ശബ്ദം ആ ഏരിയ മൊത്തത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ സ്കേറ്റ് ചെയ്ത് അവർ താഴേക്ക് എത്തുമ്പോൾ അവിടെ 2 പോലീസുകാർ എത്തുന്നുണ്ട്. വളരെ വേഗത്തിലുള്ള അവരുടെ വരവില് പോലീസുകാരുടെ ദേഹത്തേക്ക് മൊത്തം ഐസ് എറിച്ചു. അതാ പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പോലീസുകാർ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. വന്ന ഉടനെ തന്നെ അതിലൊരു പോലീസുകാരൻ ജേക്കബിനെ തള്ളി താഴേക്കിട്ടു. എന്റെ അയാൾ നേരെ ലൂവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ സമയം അവർ നോക്കുമ്പോൾ ആ പോലീസുകാരുടെ ഡ്രസ്സൊക്കെ വളരെ പഴയ കാലത്തൊരു മോഡലാണ്. മാത്രമല്ല ഈ പോലീസുകാരനെ ലൂ ഇതിനു മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യമൊന്നും അവൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ആ പോലീസുകാരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കിയതിന് ശേഷം അവരടുത്തായിട്ട് പോകുന്നത് അവിടെയുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ്. ഈ സമയത്താണ് അവർ ആൾക്കാർ ശരിക്കൊന്ന് ശ്രദ്ധിക്കുന്നത്. അവരുടെ ഡ്രസ്സൊക്കെ ഇപ്പൊ ജേക്കബ് ചോദിക്കുന്നത്, ഈ ആഴ്ചക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എല്ലാ ആൾക്കാരും ഒരുപാട് പഴയ കാലത്തെ ഡ്രസ്സാണല്ലോ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ആർക്കും അതിനൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. അതിനിടയിലാണ് ഒരുത്തൻ അതിൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. അത് വലിയൊരു ഫോൺ, പഴയ കാലത്തത്. അയാളിപ്പോൾ ആ ഫോണിൽ സംസാരിക്കുന്നത്, ഞാനിപ്പോൾ വലിയൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്, ഇവിടെ നിന്ന് ഞാൻ എന്റെ ഫോണിലൂടെ നിന്നോട് സംസാരിക്കുന്നു എന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഇതും കൂടെ ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് ഇപ്പൊ കാര്യമൊക്കെ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും കൂടെ അടുത്തായിട്ട് ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ആ ഷോപ്പിൽ ചെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അവരുടെ വേഷവിധാനങ്ങളൊക്കെ. മാത്രമല്ല അവിടെ വെച്ചിരിക്കുന്ന ടിവിയിലെ ചാനൽസ് അവർ ശ്രദ്ധിച്ചു. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരുത്തൻ അവിടെ പഴയ കാലത്തെ വാക്ക്മാനിൽ പാട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്നവർ കാണുന്നത്. ഇതും കൂടെ ആകുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ കൺഫേം ആയി. ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കൺഫേം ആക്കാൻ വേണ്ടി നീക്കിപ്പോൾ ആ ലേഡിയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, മൈക്കിൾ ജാക്സന്റെ കളർ എന്താണ്? അത് കേൾക്കുമ്പോൾ ആ ലേഡി പറയുന്നത് ബ്ലാക്ക് ആണെന്നാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനമായി. അവരിപ്പോ ടൈം ട്രാവൽ ചെയ്ത് പഴയ ഏതോ കാലത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിക്കാണെങ്കിൽ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ എല്ലാവരും തിരിച്ചവരുടെ റൂമിലേക്ക് എത്തി. ഈ സമയത്താണ് വാതിലൊരു മുട്ട കേൾക്കുന്നത്. അവർ വാതിൽ ഓർക്കുമ്പോൾ അത് ആ ജാക്ക് ആയിരുന്നു, ആ കൈയില്ലാത്ത ആൾ. എന്നാൽ ഇപ്പൊ അവർ നോക്കുമ്പോൾ അവന് 2 കൈയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ അവനെ പിടിച്ചു. എന്നിട്ട് ലൂപ്പ് അയാളോട് ചോദിക്കുന്നത്, നിന്റെ ഈ കൈ ഫേക്ക് അല്ലേ എന്നാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് ഒറിജിനൽ കൈയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അങ്ങനെ അവനെ വിട്ടതിന് ശേഷം അവർ നേരെ ആ ബാത്ടബിന്റെ അടുത്തേക്ക് എത്തും. അപ്പൊ ഇതാണ് അവരെ ടൈം ട്രാവൽ ചെയ്യിച്ചത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. നിക്ക് ഇപ്പൊ അതിനൊരു പേര് ഇട്ടു, ഹോട്ട് ടബ് ടൈം മെഷീൻ. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷം അവർ അവരുടെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഒന്നും അവർ കൊണ്ടുവന്ന സാധനങ്ങളല്ല, എല്ലാം പഴയ കാലത്തെ സാധനങ്ങളാണ്, അവരുടേത് തന്നെ. അങ്ങനെ ആ പരിശോധനയ്ക്കിടയിലാണ് അവർക്കൊരു നോട്ടീസ് കിട്ടുന്നത്. അതവർ ചെക്ക് ചെയ്യുമ്പോൾ അവർ 1986 വന്നിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയത്താണ് ബാത്റൂം പോയ ലൂ അവരെ വിളിക്കുന്നത്. അവർ 3 പേരും കൂടെ ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ കാഴ്ച അവർ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവരവിടുത്തെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ചെറുപ്പത്തിലെ രൂപമാണ്. എന്നാൽ ജേക്കബിന് മാത്രം ഒരു മാറ്റവും. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ സമയം ജേക്കബ് പറയുന്നത്, നമ്മളിപ്പോ നിൽക്കുന്നത് 1986 ഈ സമയത്ത് ഞാനില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. അവനത് പറഞ്ഞു തീർന്നതും അവനിങ്ങനെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി, അവനിങ്ങനെ മാഞ്ഞു പോകുന്ന പോലെ. എന്നാൽ ആഡം അവനൊരു തട്ട് കൊടുക്കുമ്പോൾ അത് ശരിയാവുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ എല്ലാവരും തിരിച്ച് റൂമിലേക്ക് എത്തി. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ജേക്കബ് പറയുന്നത്, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നേ ഉള്ളൂ, ആ ഹോട്ട് ടബ് ഉണ്ടല്ലോ അതിനകത്ത് എന്തൊരു എനർജി ഉണ്ട്, ഒരു ബ്ലാക്ക് ഹോളിനെ പോലെ. പക്ഷെ അത് നമ്മളെ സ്പേസിലേക്ക് എത്തിക്കുന്നതിന് പകരം 20 വർഷം മുന്നിലേക്ക് എത്തിച്ചു. സമയം അങ്ങനെയാണ്. അവൻ അത് പറയുമ്പോൾ നിക്ക് പറയുന്നത്, ശരിയാണ്, ടെർമിനേറ്റർ സിനിമ നിങ്ങൾ കണ്ടില്ലേ, അതിൽ പറയുന്ന പോലെയാണെങ്കിലോ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ പണിയാണേ, നമ്മളിവിടെ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പണിയാവും. ഈ സമയം ലൂ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡം നീ പോയിട്ട് ആ വലിപ്പ് ചെക്ക് ചെയ്യ്, ഞാൻ വരച്ചത് അതിലുണ്ടോ നോക്ക്. ആഡം പോയിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ 20 വർഷം മുമ്പ് അവൻ വരച്ചത് അതിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് ഒരാൾ അങ്ങോട്ട് വരുന്നത്. ഈ റിസോർട്ടിലെ സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന ആളാണിത്. ഇയാളുടെ പേര് ഇതിൽ പറയുന്നില്ല, റിപ്പയർ മാൻ എന്നാണ് ഇയാളെ വിളിക്കുന്നത്.
അയാളിപ്പോൾ അവരോട് പറയുന്നത് നിങ്ങളുടെ റൂമിന്റെ മുമ്പിലുള്ള ഈ ടബ് ഉണ്ടല്ലോ അത് വളരെ സവിശേഷമായ ഒന്നാണ്. പക്ഷെ അതിനിപ്പം എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും ഒരു ചെറിയ മാറ്റം പോലും ഇവിടെ നിങ്ങൾ ഉണ്ടാക്കരുത്, അത് മൊത്തത്തിൽ പണിയാവും. അയാൾ അത് പറഞ്ഞു തീർന്നതും ആ ഹോട്ട് ടബിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അതിന് വെള്ളമൊക്കെ തിളച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. പിന്നീട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ റിപ്പയർമാനെ അവിടെ കാണുന്നുമില്ല. ഇനിയാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇപ്പൊ 20 വർഷമായിട്ട് അവർ ജീവിച്ചു പോന്നല്ലോ, അതുപോലെ തന്നെ വേണം ഇനി അങ്ങോട്ടുള്ള 20 വർഷം അവർ ജീവിക്കാൻ. ഒരു ചെറിയ മാറ്റം അത് അവരുടെ മൊത്തം ജീവിതത്തെ മാറ്റിമറിച്ചേക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം ജീവിച്ചതൊക്കെ ഒന്നുകൂടെ ഒരണ്ണു വീട മാറ്റമില്ലാതെ അവർക്ക് വീണ്ടും ജീവിക്കണം. അങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇതാണ് ആ ജെന്നി, ഗ്രേറ്റ് വൈറ്റ് ബഫലോ. ഇവരിവളെ അങ്ങനെ വിളിക്കുന്നത് ഇവളുടെ രൂപം കണ്ടിട്ടൊന്നുമല്ല കേട്ടോ. ഈ വൈറ്റ് ബഫലോ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ എന്തോ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയത്തില്ല. ഇതുവരെയായിട്ടും ആഡമായിട്ട് അവൾ ബ്രേക്കപ്പ് ആയിട്ടില്ല. അവളിപ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് വേഗം റെഡിയാവും, നമുക്ക് പാർട്ടിക്ക് പോകണമെന്നാണ്. അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ ആഡമിന്റെ മുമ്പിലുള്ള ആദ്യത്തെ കാര്യം ഇവളാണ്. ഇവളായിട്ട് ഉടനെ ബ്രേക്കപ്പ് ആവണം, എങ്കിലേ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരത്തുള്ളൂ. അങ്ങനെ സമയം രാത്രി, എല്ലാവരും ഇപ്പം ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാതെ ആഡമിന്റെ സിസ്റ്ററിനെ കാണുന്നത്. ഇവളുടെ പേര് കെല്ലി എന്നാണ്. ഈ പ്രായത്തിൽ ഇവളിങ്ങനെ കുന്തളിച്ച് നടക്കുന്ന സമയമാണ്. ഇത് കാണുമ്പോൾ ജേക്കബിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം അവന്റെ അമ്മയാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല അവരുടെ കയ്യിൽ കൊക്കൈൻ ഉണ്ട്. അത് കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ കൊക്കൈൻ കഴിക്കുന്നത്? അത് എനിക്ക് കേടല്ലേ? അല്ലല്ല സോറി, അത് നിങ്ങൾക്ക് കേടല്ലേ? അവൻ അങ്ങനെ പറഞ്ഞിട്ടും അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം എനിക്ക് എന്റെ ആളെ കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞിട്ട് കെല്ലി അവിടെ നിന്ന് പോയി. ഇതെല്ലാം കാണുമ്പോൾ ജേക്കബിനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമായിരുന്നു. അപ്പൊ എന്റെ അമ്മ ഇങ്ങനത്തെ ഒരാളായിരുന്നു, നിങ്ങൾക്ക് അവരെ പറഞ്ഞ് നിർത്തിക്കൂടെ എന്നൊക്കെ അവൻ ആഡമിന്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ ആഡം പറയുന്നത് അവളൊരു ഫ്രീ ബേഡ് അല്ല എന്നാണ്. ഇനിയിപ്പോ ജേക്കബിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവന്റെ അച്ഛൻ ആരാണ് എന്ന കാര്യം ഇവന് അറിയത്തില്ല. അത് അവളെ പറഞ്ഞിട്ടില്ല. ഇനി ഇവിടുന്ന് 9 മാസം കഴിഞ്ഞാലാണ് ഇവൻ ജനിക്കാൻ പോകുന്നത്. കണക്കൂട്ടലുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ തന്നെ കെല്ലി പ്രഗ്നന്റ് ആവും. ഈ കാര്യമൊക്കെ അവനിങ്ങനെ നടക്കുന്ന വഴി ലൂവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്തായിട്ട് കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാക്ക് ഉണ്ടല്ലോ, അയാളിപ്പോ ഒരു വലിയ ഐസ് ഒരു മെഷീൻ വെച്ച് കാർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കാർവ് ചെയ്തതിന് ശേഷം അയാൾ ആ മെഷീൻ മുകളിലേക്ക് ഇട്ടു. മുകളിലേക്ക് ഇട്ട വഴിക്ക് അയാൾ താഴേക്ക് വീഴുകയും ചെയ്തു. അത് നേരെ കറങ്ങി തിരിഞ്ഞ് അയാളുടെ കയ്യിലേക്കാണ് വന്ന് വീഴുന്നത്. എല്ലാവരും വിചാരിച്ചത് അയാളുടെ കൈ ഏറ്റുപോയതാണ്. എന്നാൽ അയാൾക്ക് ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കൂട്ടത്തുടങ്ങി ആർപ്പ് വിളിക്കുകയാണ്. ഇതേസമയം ആഡം നേരെ പോയിരിക്കുന്നത് ജെന്നിയുടെ റൂമിലേക്കാണ്. അവരവിടെ കട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയ നിമിഷം അവന്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ റൂമിൽ നിന്നിട്ടല്ല അവർ ബ്രേക്കപ്പ് ആയത്, അത് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്താണ്. അവിടെ വെച്ചിട്ടാണ് അവൾ ആ ഫോർക്ക് എടുത്ത് അവന്റെ കണ്ണിൽ കുത്തിയത്. ആ കാര്യം ഓർമ്മ വന്നുകൊണ്ട് നമുക്ക് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം എന്നാണ് അവൻ പറയുന്നത്. അവളാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്തു. ഈ സമയം തന്നെ ലൂവും ജേക്കബും കൂടെ അതിലെങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ലൂ ചെന്നിട്ട് ബ്ലെയിൻ എന്ന് പറയുന്ന ഒരുത്തിന്റെ ദേഹത്തിടിക്കുന്നത്. ബ്ലെയിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നു. അവൻ ലൂവിന്റെ മൂന്തക്കിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. അതിനെ തുറന്ന് അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അവന്റെ മുഖത്തുനിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. ഈ സമയം ബ്ലെയിൻ പറയുന്നത് എന്തായാലും ഒരു പ്രശ്നത്തിന് നീ വന്നല്ലേ, അതുകൊണ്ട് നിന്റെ ബാഗ് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ബ്ലെയിൻ ആ ബാഗ് എടുത്തോണ്ട് പോയി. ഈ ബാഗിനകത്തുള്ള സാധനങ്ങൾ പഴയ കാലത്തേതുണ്ട് പുതിയ കാലത്തേതുണ്ട്. എന്നാൽ ഇപ്പം ലൂ അവന്റെ പുറകെ പോകുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അന്ന് ഇവൻ ഈ ബ്ലെയിന്റെ പുറകെ പോയിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അവന് നല്ല ഇടി കിട്ടി. അതുകൊണ്ടാണ് ഇപ്പം ലൂ അവന്റെ പുറകെ പോകാത്തത്. അങ്ങനെ ജേക്കബും ലൂവും കൂടെ അവിടെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. മുഖത്ത് മുറിവ് പറ്റിയോണ്ട് അവന് നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. എന്ത് പറ്റി നോക്കുമ്പോൾ അവൻ പറയുന്നത് ഒരു മാൻ ഒരു ട്രക്കിന്റെ മുമ്പിലേക്ക് ചാടി, ഞാൻ ആ മാനിനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് ലൂ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആ ലേഡി ഇംപ്രസ്ഡ് ആയി. എന്നാൽ പിന്നെ നീ എന്റെ കൂടെ വാ, നിന്റെ മുറിവൊക്കെ ഞാൻ മരുന്ന് വെച്ച് തരാം എന്നാണ് ലേഡി പറയുന്നത്. എന്നാൽ ജേക്കബ് അതിന് സമ്മതിക്കുന്നില്ല. കാരണം ലൂപ്പ് അവളുടെ കൂടെ പോയി കഴിഞ്ഞാൽ അത് ചില മാറ്റങ്ങളെങ്കിലും ഉണ്ടാക്കും എന്ന കാര്യം അവനറിയാം. എന്നാൽ ലേഡി പറയുന്നത് നീ പേടിക്കണ്ട, നീയും കൂടെ പോരെന്നും പറഞ്ഞിട്ട് അവൾ അവരെ രണ്ടുപേരെയും വിളിച്ചോണ്ട് അവളുടെ റൂമിലേക്ക് പോവാണ്. ഈ സമയത്ത് തന്നെ ആഡവും ജെന്നിയും ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ആഡമിനെ അവിടെ നിർത്തി ജെന്നി ഇപ്പം അവിടെ ഡാൻസ് കളിക്കാൻ പോവാണ്. അതിനിടയിലാണ് മറ്റൊരു പെൺകുട്ടി ആഡമിന്റെ അടുത്തേക്ക് വരുന്നത്. ഇവളുടെ പേര് ഏപ്രിൽ. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടു. അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജെന്നി ആഡമിനെ വിളിക്കുന്നത്. അതിനെ തുറന്ന് ഞാൻ പോവാന്നും പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ഈ ഏപ്രിലിന് അവനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു. അതിനിടയിലാണ് അവളിപ്പോൾ അവനെ വിളിച്ചോണ്ട് പോയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു നിരാശയൊക്കെ ഉണ്ട്. ഈ സമയം തന്നെ ആ ലേഡി ആണെങ്കിൽ ലൂവിനെയും ജേക്കബിനെയും കൊണ്ട് അവന്റെ റൂമിലേക്ക് എത്തി. ഇവളുടെ ഉദ്ദേശം മറ്റേതാണ്. പക്ഷെ ഇവക്ക് ഒരാളുടെ കൂടെ പറ്റത്തില്ല. അവൾക്ക് എപ്പോഴും 2 ആൾക്കാർ വേണം. അതുകൊണ്ടാണ് ഇവരെ 2 പേര് ഇപ്പം അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്നാൽ ജേക്കബ് ആ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നില്ല. കാരണം ആ ലേഡിയുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തും. അതുകൊണ്ടാണ് അവൻ താല്പര്യം കാണിക്കാത്തത്. ലൂവിനാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ജേക്കബ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ലൂ ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനിയുള്ള സീന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയാം. അവളൊരു ഫോണും ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ജേക്കബ് അവിടെ ഉണ്ടാവത്തില്ല. ഇവക്കാണെങ്കിൽ ഒരാളോട് താല്പര്യമില്ല. അതുകൊണ്ട് അവൾ ലൂവിനെ അവിടെ നിന്ന് ഇറക്കി വിടും. അങ്ങനെ ഇറക്കി വിട്ടതുകൊണ്ട് അവൻ ഇവിടെ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും വരുത്തുന്നില്ല. അങ്ങനെ ജേക്കബ് നേരെ പോകുന്നത് ആഡമിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ അവൻ നോക്കുമ്പോൾ ആഡവും ജെന്നിയും ബ്രേക്കപ്പ് ആയിട്ടില്ല. അങ്ങനെ ജെന്നി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നീ എന്താണ് അവളുമായിട്ട് ബ്രേക്കപ്പ് ആവാത്തത് എന്നാണ് ജേക്കബ് ചോദിക്കുന്നത്. അതേക്ക് അവൻ പറയുന്നത് എടാ എനിക്ക് അവളോട് വല്ലാത്തൊരു ഇഷ്ടം, എനിക്ക് എന്തോ അങ്ങനെ തോന്നുന്നില്ല, ഒരുപക്ഷെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഇവളാണെങ്കിലോ എന്നൊക്കെയാണ് അവൻ പറയുന്നത്.
യഥാർത്ഥത്തിൽ അവൻ അവളെ പിരിയാൻ ബുദ്ധിമുട്ടുണ്ട്, അതാണ് സംഭവം. എന്നാൽ അവനത് പറയുമ്പോൾ നീ എന്താന്ന് വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞിട്ട് ജേക്കബ് ദേഷ്യപ്പെട്ട് അവിടെ പോയി. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷം കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു. എല്ലാവരും ഇപ്പം ആഡമിനെ കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ബ്രേക്കപ്പ് ആവാത്തോണ്ട്. അപ്പൊ അവര് പറയുന്നത്, നീ അവളോട് ബ്രേക്കപ്പ് ആയിട്ടില്ലെങ്കിൽ നീ ഇവിടെ ഒരു മാറ്റം വരുത്താണ്, നീ അങ്ങനെ തോന്നിയ പോലെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും തോന്നിയ പോലെ ചെയ്യുന്നു പറഞ്ഞിട്ട് അവരവിടുന്ന് പോയി. ഇനിയിപ്പോൾ അവളോട് ബ്രേക്കപ്പ് ആവാന്നല്ലാതെ ആഡമിന് മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല. അങ്ങനെ ലൂവും നിക്കും കൂടെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത്. ആ ജാക്ക് ഉണ്ടല്ലോ, അവനിപ്പോ ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ അവന്റെ കൈ അവിടെ കുടുങ്ങി. ഒന്നല്ല 2 തവണ, ഒരു തവണ താഴെയും ഒരു തവണ മുകളിലും കുടുങ്ങി. എന്നിട്ടും അവന്റെ കൈക്ക് ഒരു പ്രശ്നവും പറ്റിയില്ല. ഇതെല്ലാം കാണുമ്പോൾ ലൂ പറയുന്നത്, എത്രയും പെട്ടെന്ന് ഇവന്റെ കൈ ഒടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും അത് ഒടിക്കാൻ പോകുന്നതാണ്. ഇതേസമയം തന്നെ ആ ബ്ലെയിനും അവന്റെ ഫ്രണ്ടും കൂടെ ലൂവിന്റെ ആ ബാഗ് മൊത്തം ചെക്ക് ചെയ്തു. അതിൽ നിന്നും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല സാധനങ്ങളും അവർക്ക് കിട്ടി. അതിൽ ഐഫോൺ ഉണ്ടായിരുന്നു, ഐപോഡ് ഉണ്ടായിരുന്നു, അങ്ങനെ പല സാധനങ്ങളും. കൂടാതെ ആ എനർജി ഡ്രിങ്കും കിട്ടി. ഇതെല്ലാം കാണുമ്പോൾ ഇനി ഇവർ ഏലിയൻസോ വല്ലതാണോ എന്നാണ് ബ്ലെയിൻ ചിന്തിക്കുന്നത്. ഈ സമയം തന്നെ ആഡം നേരെ ജെന്നിയുടെ അടുത്തേക്ക് എത്തി. എന്നാൽ ഇവൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും. ജെന്നി ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അവക്ക് ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് കാരണം അവൾ പറയുന്നത്, ഇവൻ നല്ലൊരു മനുഷ്യനാണ്, ഇവനെ പറ്റിയ പെണ്ണ് ഞാനല്ലതാണ്. അതിലേക്ക് കേൾക്കുമ്പോൾ അവൻ വല്ലാണ്ട് വിഷമം വന്നു. അവൻ പറയുന്നത്, നീ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് നിനക്കറിയോ? കല്യാണം കഴിഞ്ഞാൽ നീ ഇങ്ങനെ തടിച്ച് വീർത്ത് ഉണ്ടയായിട്ട് മാറും എന്നൊക്കെ അവൻ പറഞ്ഞു. അത് കേട്ടപ്പം അവൾക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവൾ അവന്റെ കണ്ണിലൊരു കുത്തു കൊടുക്കുകയാണ്. എന്നാൽ ഇത്തവണ ഫോർക്കല്ല, സ്ട്രോ വെച്ചിട്ടാണ് കുത്തുന്നത്. അവന്റെ കണ്ണിന്നാണ് ഈ ചോര വരികയും ചെയ്തു. അങ്ങനെ ഇതോടുകൂടെ അവർ ബ്രേക്കപ്പായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആഡം ഇപ്പൊ നല്ല രീതിയിൽ മദ്യപിച്ച് കഞ്ചാവ്, മഷ്റൂം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അടിച്ച് ഫിറ്റായിട്ട് അവിടെ കിടക്കുകയാണ്. അവളുമായിട്ടുള്ള ആ ബ്രേക്കപ്പ് അവന് താങ്ങാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ആ ഏപ്രിൽ അങ്ങോട്ട് വരുന്നത്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൻ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു. അതേക്കുന്ന ഏപ്രിൽ പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അവള് പോയെങ്കിൽ പോട്ടെ, നിനക്ക് ഞാനുണ്ട്, നീ എന്റെ കൂടെ വാന്നും പറഞ്ഞിട്ട് അവൾ അവനെയും വിളിച്ചുകൊണ്ട് ഒരു വീടിനുള്ളിലേക്ക് പോയി. എന്റെ അവര് തമ്മിൽ ഇവിടെ വെച്ച് റിലേഷനിലാവാണ്. ഈ സമയം തന്നെ ജേക്കബ് ആണെങ്കിൽ അവന്റെ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. അതിനിടയിലാണ് അവൻ ആ റിപ്പയർമാനെ കാണുന്നത്. അയാൾ വീണ്ടും അവിടേക്ക് വന്നു. അയാളെ കാണുമ്പോൾ അവൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ ഹോട്ടപ്പിന്റെ കാര്യം റെഡിയാക്കിയോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഇനി കുറച്ച് പണി കൂടെ ഉണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം റൂമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടന്നു. എന്റെ അവൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അയാളാണെങ്കിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ സമയം നിക്കും ലൂവും അവിടെ ഒരു ബാറിലിരിക്കുകയാണ്. നിക്കിനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവനിപ്പോൾ ലൂവിന്റെ അടുത്ത് പറഞ്ഞു. ഒന്നാമത് അവനൊരു മ്യൂസീഷ്യൻ ആവാൻ പറ്റിയില്ല. രണ്ടാമത് അവന്റെ ഭാര്യ അവനെ ചീറ്റ് ചെയ്തു. എന്നിട്ടും ഇവൻ അത്രമാത്രം അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവക്കാണെങ്കിൽ ഇവന് ഒരു വിലയുമില്ല. ഈ കാര്യങ്ങളൊക്കെ അവൻ പറയുമ്പോൾ, എടാ നിന്റെ മനസ്സിൽ നീ ഒരു പാട്ടുകാരനാണ്, ഇപ്പം നിന്റെ വിഷമം ഒഴിവാക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, നീ ആ സ്റ്റേജിൽ കയറിയിട്ട് നല്ലൊരു കിടിലം പാട്ടുപാട്. ലൂ അത് പറയുമ്പോൾ നിക്കിന് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ അവൻ വേഗം അവിടെ എഴുന്നേറ്റ് പോയി. ഇതേസമയം ജേക്കബ് റൂമിലേക്ക് എത്തി. ഇപ്പൊ അവൻ നോക്കുമ്പോൾ ആ റിപ്പയർമാൻ ബാത്ടബിന് മുമ്പിലായിട്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല അയാൾ അത് ശരിയാക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങളിത് ശരിയാക്കിയല്ലേ? അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ റിപ്പയർമാൻ പറയുന്നത്, ബാത്ടബിന്റെ പണി ഞാൻ തീർത്തു, പക്ഷേ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്യാനുള്ള കാരണം ഇതിലേക്ക് ഒരു ലിക്വിഡ് ആയിട്ടുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അയാൾ അത് പറയുമ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാവുന്നത്. അത് ആ എനർജി ഡ്രിങ്ക് ആണ്. ആ എനർജി ഡ്രിങ്ക് ഉണ്ടെങ്കിലേ അവർക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഇതേസമയം തന്നെ നിക്കാണെങ്കിൽ സ്റ്റേജിലേക്ക് കയറിയാണ് കിട്ടിലനായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്കൊക്കെ അവരുടെ പാട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ സമയം തന്നെ ബ്ലെയിനും കൂട്ടരുമാണെങ്കിൽ ലൂവിനെ പിടിക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലാണ് ആ എനർജി ഡ്രിങ്ക് ഇരിക്കുന്നത്. അങ്ങനെ നിക്ക് അവിടെ പാട്ട് പാടുന്നതിന്റെ ഇടയിൽ ലൂ അങ്ങോട്ട് വന്നു. അവൻ നോക്കുമ്പോൾ ആ കെല്ലി അവിടെ നിൽക്കുന്നുണ്ട്, അതായത് ജേക്കബിന്റെ അമ്മ. അവനിപ്പം അവളെ ട്യൂൺ ചെയ്യാണ്. അവക്കും ഈ ലൂവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനിടയിൽ ആ പാട്ട് കേൾക്കാൻ വേണ്ടി ആഡമും ഏപ്രിലും വന്നു. ഈ സമയം തന്നെ ജേക്കബും അങ്ങോട്ട് എത്തി. ഇപ്പൊ ജേക്കബിനെ കാണുമ്പോൾ ഒരു പെണ്ണ് അവനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ലൂ ആണെങ്കിൽ ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി. അതിനിടയിലാണ് ആ ബ്ലെയിനും കൂട്ടിനും അങ്ങോട്ട് വരുന്നത്. ബ്ലെയിൻ ഇപ്പൊ വന്ന ഉടനെ തന്നെ അവന്റെ മൂന്നക്കെട്ട് ഇടി കൊടുത്തു. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. ഈ സമയമാകുമ്പോഴേക്കും നിക്കിന്റെ പാട്ടൊക്കെ കഴിഞ്ഞു. അവനെ ആഡമും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജേക്കബ് അങ്ങോട്ട് വരുന്നത്. ജേക്കബ് വന്നിട്ട് ആ എനർജി ഡ്രിങ്കിന്റെ കാര്യം പറഞ്ഞു. അതുണ്ടെങ്കിലേ ആ ടൈം മെഷീൻ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന്. അവരാലേക്ക് ആ എനർജി ഡ്രിങ്ക് ഉള്ളത് ലൂവിന്റെ അടുത്താണ്. അതുകൊണ്ട് അവർ ലൂവിനെ അന്വേഷിച്ച് വേഗം വെളിയിലേക്ക് ഇറങ്ങി. പക്ഷെ അവർ നോക്കുമ്പോൾ ലൂ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ എങ്ങോട്ടാണ് പോയിരിക്കാൻ സാധ്യത എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് അവർ വേഗം ആ സ്ഥലത്തേക്ക് പോവാണ്. അതൊരു ബിൽഡിങ്ങിന്റെ മുകളിലായിരുന്നു. ലൂ ഇപ്പം അവിടെ ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ അവനാണെങ്കിൽ നല്ല ഫിറ്റാണ്. ഈ സമയം ജേക്കബ് അവന്റെ അടുത്ത് ആ എനർജി ഡ്രിങ്ക് എവിടെയാണ് എന്ന് ചോദിച്ചു. അതിനിടയിലാണ് അവന്റെ കാല് തെറ്റി അവൻ താഴേക്ക് വീഴുന്നത്. എല്ലാവരും കൂടെ അവനെ പിടിച്ചു. പക്ഷെ എങ്കിലും അവൻ പിന്നെയും താഴേക്ക് പോവാണ്. ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാതെ ആ ജാക്ക് വന്നിട്ട് അവർ പിടിക്കുന്നത്. അയാളിപ്പം എല്ലാവരെയും വലിച്ചു കയറ്റി. അങ്ങനെ അവർ 3 പേരും വളരെ ദേഷ്യത്തോടെ കണ്ട അയാളാണ് അവർ ജീവന് രക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ലൂ ഇപ്പം ആ എനർജി ഡ്രിങ്കിന്റെ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു. അത് ബ്ലെയിന്റെ കയ്യിലാണ്. അതിനെ തുടർന്ന് അവരെല്ലാവരും ഇപ്പൊ ബ്ലെയിന്റെ പുറകെ പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ആഡം ഇപ്പൊ ഏപ്രിലിനെ കാണുന്നത്. അവളിപ്പോ നാട്ടിലേക്ക് പോകാൻ വേണ്ടി അവളുടെ ബസ് കയറാൻ നിൽക്കുകയാണ്. അവളിപ്പോ അവനോട് പറയുന്നത്, നീ എന്റെ കൂടെ പോരെ, ഞാൻ നാട്ടിലേക്ക് പോവാണ്, നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാം. അതേക്ക് അവൻ പറയുന്നത്, എനിക്ക് നിന്റെ കൂടെ വരണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ ഒരു പ്രശ്നത്തിലാണ്, അതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ പോയേ പറ്റൂ. അവൻ അത് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കോ, നീ എപ്പോഴും പറയാറില്ലേ ഈ യൂണിവേഴ്സ് തന്നെ എല്ലാത്തിനും ഒരു വഴി കണ്ടെത്തുമെന്ന്, അതേപോലെ തന്നെ നമ്മുടെ കാര്യത്തിലും യൂണിവേഴ്സ് ഒരു വഴി കണ്ടെത്തിക്കോളും എന്നും പറഞ്ഞിട്ട് അവൾ ബസ്സിലേക്ക് കയറി. അങ്ങനെ ആഡമും കൂട്ടരും ഇപ്പൊ പ്ലെയിൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവരിപ്പോ പ്ലെയിന്റെ റൂമിലേക്ക് ചെന്ന് അവിടെ മൊത്തം സെർച്ച് ചെയ്യാണ്.
പക്ഷെ എവിടെയും ആ എനർജി ഡ്രിങ്ക് കാണുന്നില്ല. ഈ സമയം ലൂ വേറെ റൂമിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ആ കെല്ലി അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ടതും ലൂവിന്റെ ശ്രദ്ധയൊക്കെ മാറി ഇപ്പൊ അവൻ അവളുടെ അടുത്തേക്ക് പോയി. ഇതേസമയം നിക്കാണെങ്കിൽ അവന്റെ ഭാര്യയെ വിളിച്ച് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ ചെയ്ത ആ തെറ്റുകൾക്ക്. മാത്രമല്ല അവനിപ്പോ പാട്ട് പാടിയ കാര്യമൊക്കെ ആ ഫോണിലോട് അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയ്ക്ക് ഇപ്പം പ്രായം 9 വയസ്സാണ്. ആ കുട്ടി അതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ശബ്ദം കേട്ട് ആഡമും ജേക്കബും അങ്ങോട്ട് ചെല്ലുന്നത്. അവന്റെ ഭാര്യയാണ് തെറി പറയുന്നത് എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ 9 വയസ്സുള്ള ഒരു കുട്ടിയാണോ എങ്ങനെ ചീത്ത പറയുന്നതെന്നും പറഞ്ഞിട്ട് അവരെ ഫോൺ അങ്ങോട്ട് തട്ടി മാറ്റി. ഈ സമയത്താണ് പുറത്ത് ബ്ലെയിനും കൂട്ടിനും വരുന്നത്. അതാരും അറിഞ്ഞിട്ടില്ല. ഈ സമയം ബാക്കിയുള്ളവർ ലൂവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനിപ്പോ കെല്ലിയുടെ കൂടെ ബെഡിൽ കിടക്കാണ്. മാത്രമല്ല അവരവരുടെ പണിയും നടത്തുന്നുണ്ട്. അത് കണ്ടതും ജേക്കബിന് അങ്ങോട്ട് ദേഷ്യം വന്നു. വിടടാ എന്റെ അമ്മേനെന്നും പറഞ്ഞിട്ട് അവനിപ്പോ ലൂവിന്റെ മേലേക്ക് ചാടി. എന്നാൽ ചാടിയതും അടുത്ത സെക്കൻഡില് അവൻ അപ്രത്യക്ഷമായി. അവൻ അപ്രത്യക്ഷമായത് കാണുമ്പോൾ എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. മാത്രമല്ല ഈ സമയത്താണ് അവർക്ക് ഒരു കാര്യം ക്ലിയർ ആവുന്നത്. ഈ ജേക്കബിന്റെ അച്ഛൻ ലൂ ആണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആഡം ഇപ്പൊ ലൂവിന്റെ അടുത്ത് പറയുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ, ഇനി നീ നിന്റെ പണി കണ്ടിന്യൂ ചെയ്യ്, തീർത്തിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ലൂവിന്റെ കാര്യങ്ങളൊക്കെ തീരുമ്പോഴാണ് പെട്ടെന്ന് ജേക്കബ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ലൂവിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നീ ആയിരുന്നല്ലടാ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ് അവൻ അയാളെ ശരിക്കും ഉപദ്രവിക്കുന്നത്. എന്നാൽ ഈ സമയം ശബ്ദം കേട്ട് ബാക്കിയുള്ളവർ വന്ന് ജേക്കബിനെ പിടിച്ച് മാറ്റുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ബ്ലെയിനും കൂട്ടിനും അങ്ങോട്ട് വരുന്നത്. അവരുടെ കയ്യിൽ ആ എനർജി ഡ്രിങ്കും ഉണ്ട്. അപ്പൊ ബ്ലെയിൻ പറയുന്നത് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടല്ല വന്നത്, ഇതെന്താ ബോംബാണോ, ഇത് പൊട്ടിച്ചിട്ട് ഈ നാട് നശിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ അവൻ ചോദിച്ചു. അതിനെ തുടർന്ന് അവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണ്. ലൂ ആണ് ബ്ലെയിനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ആദ്യമൊക്കെ കുറെ ഇടി കൊള്ളുമെങ്കിലും ഒരു ഘട്ടം വന്നപ്പോൾ ലൂ അവന് തിരിച്ചിട്ട് ഇടി കൊടുത്തു. അതിനുശേഷം ആ എനർജി ഡ്രിങ്കും മേടിച്ചിട്ട് അവർ വേഗം വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ അവർ റിസോർട്ടിലേക്ക് എത്തുമ്പോഴാണ് ആ ജാക്കിനെ അവർ കാണുന്നത്. അയാൾ കുറച്ച് അപ്പുറത്തായിട്ട് അയാളുടെ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അയാളിപ്പോൾ അവിടെ നിന്ന് കൈ പൊക്കിയിട്ട് അവരുടെ അടുത്തൊരു ബൈ പറയാണ്. എന്നാൽ അയാൾ കൈ പൊക്കി കഴിയുമ്പോഴാണ് ഒരു വണ്ടി അതിനെ പാസ് ചെയ്യുന്നത്. ഇത്തവണയും ഭാഗ്യത്തിന് അയാളുടെ കയ്യിൽ അത് ഇടിച്ചില്ല. എന്നാൽ അടുത്ത സെക്കൻഡിൽ ഒരു വണ്ടി തിരിച്ചു വന്നു. എന്നാൽ ഇത്തവണ അത് അയാളുടെ കയ്യിലിടിച്ചു. അതോടുകൂടെ അയാളുടെ കൈയേറ്റു വീഴുകയും ചെയ്തു. ഈ സമയത്താണ് ആ ബ്ലെയിനും കൂട്ടിനും അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവരെല്ലാവരും വേഗം തന്നെ അവരുടെ റൂമിലേക്ക് ഓടി. അങ്ങനെ ബാത്ടബിന്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അവർ ആ എനർജി ഡ്രിങ്ക് എടുത്ത് അതിന്റെ സ്വിച്ചിലേക്ക് ഒഴിച്ചു. അതിനെ തുറന്ന് ആ പോർട്ടൽ ഓപ്പണായി. അങ്ങനെ ജേക്കബും നിക്കും ആ ബാത്ടബിലേക്ക് ഇറങ്ങി. എന്നാൽ ഇപ്പൊ ലൂ പറയുന്നത് ഞാൻ തിരിച്ചു വരുന്നില്ലെന്നാണ്. അതേ കേൾക്കുമ്പോൾ ആഡമിന് ശരിക്കും അത്ഭുതമായി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവിടെ നിന്നിട്ട് നീ എന്ത് കാണിക്കാനാണ്? ഇവിടെ നിന്നിട്ടാണ് എനിക്ക് എന്തെങ്കിലും കാണിക്കാനുള്ളത്? ഇവിടെ എനിക്ക് കെല്ലിയുണ്ട്. പിന്നെ ഭാവിയിൽ എനിക്ക് ജേക്കബിന്റെ നല്ലൊരു അച്ഛനാവാൻ പറ്റും. പിന്നെ നീ അറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. അന്ന് യഥാർത്ഥത്തിൽ ഞാൻ സൂയിസൈഡിന് ശ്രമിച്ചതാണ്. നല്ലൊരു ബിസിനസ്സിന് വേണ്ടി ഒരുപാട് കാശ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നാലും ഞാൻ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കും. അതിലും നല്ലത് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. എന്നാൽ ആഡം അതിന് സമ്മതിക്കുന്നില്ല. നീ വരുന്നില്ലെങ്കിൽ ഞാനും നിന്റെ കൂടെ ഇവിടെ നിൽക്കും എന്നാണ് അവൻ പറയുന്നത്. അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോർട്ടൽ അടയാനായി. അത് മനസ്സിലായതും ലൂ ഇപ്പൊ ആഡമിനെ തള്ളി ആ ബാത്റൂമിനകത്തേക്ക് ഇട്ടു. അതിനെ തുറന്ന് അവർ 3 പേരും ആ പോർട്ടലിലൂടെ മുകളിലേക്ക് പോയി. അങ്ങനെ കുറച്ച് സമയം ആ പോർട്ടലിലൂടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ അവരിപ്പോ 2010 എത്തി. അതായത് എവിടെ നിന്നാണ് അവർ തുടങ്ങിയത് അതേ സ്ഥലത്ത് തന്നെ. ഇപ്പൊ അവർ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. അത് തുറക്കാനാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് അവർ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ലൂവിന്റെ ഭാവി മൊത്തം മാറിയിട്ടുണ്ട്. അവനിപ്പോ വലിയൊരു കോടീശ്വരനാണ്. അവന്റെ ഒരു വീഡിയോ ആണ് അതിലുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ അവന്റെ ഭാര്യയും കാണിക്കുന്നുണ്ട്. അത് കെല്ലിയാണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് വാതിലാരം മുട്ടുന്നത്. അവർ തുറന്നു നോക്കുമ്പോൾ അത് ജാക്കാണ്. ഈ സമയം അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അയാൾക്കിപ്പോൾ 2 കൈയുണ്ട്. നിങ്ങളുടെ കൈ എങ്ങനെ ശരിയായതെന്ന് അവർ ചോദിക്കുമ്പോൾ അയാൾ ആ കഥ പറഞ്ഞു. അതായത് ആ വണ്ടി വന്നിട്ട് അയാളുടെ കയ്യിലിടിച്ചായിരുന്നല്ലോ, കൈ അറ്റുപോവുകയും ചെയ്തു. എന്നാൽ ഈ സമയം ബ്ലെയിനും കൂട്ടരും വന്നിട്ട് അവന്റെ അറ്റുപോയ കൈ എടുത്ത് ഐസിലേക്ക് ഇട്ടു. 15 മിനിറ്റിനകം ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ കൈ ഡോക്ടർമാർ തുന്നി ചേർത്ത് കൊടുക്കുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ജാക്ക് അവർക്ക് ഒരു മാപ്പ് കൊടുത്തു. ആ മാപ്പ് കണ്ടപ്പം അവർ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഗൂഗിൾ ഇല്ല ഇപ്പോൾ, അതിന് പകരം ലൂകളാണ്. ഈ കമ്പനിയുടെ ഓണറോ അത് ലൂവോ. ഇപ്പൊ അവർക്ക് പോവേണ്ട സ്ഥലമാണ് ആ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം ആഡം അവന്റെ വീട്ടിലേക്ക് എത്തി. അവിടുത്തെ കാഴ്ച അവന് ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവന്റെ ഭാവി മൊത്തം ചേഞ്ച് ആയിരിക്കുകയാണ്. ഏപ്രിലാണ് അവന്റെ ഭാര്യ. അവളിപ്പോൾ വീട്ടിലുണ്ട്. അവൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവനൊരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന പോലെയായിട്ടാണ് അവൾ അവനെ സ്വീകരിക്കുന്നത്. ഈ സമയത്താണ് അവൻ അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്നും ഇപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ അവൻ ഊഹിച്ചെടുത്തു. ഇതേപോലെ തന്നെയാണ് നിക്കിന്റെ അവസ്ഥയും. നിക്ക് ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവനൊരു പാട്ടുകാരനാണ്. മാത്രമല്ല അവൻ ആഗ്രഹിക്കുന്ന പോലെ അവനെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു ഭാര്യ അവനുണ്ട്. ജേക്കബ് ആണെങ്കിൽ അവന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തി, ലൂവിന്റെയും കെന്നിയുടെ അടുത്തേക്ക്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു പാർട്ടി എൻജോയ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.